myclass.com. Our new topic, array insertion. How to insert a new element into an existing array. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Insert operation is to insert one or more data elements into an array. Based on the requirement, a new element can be added at the beginning and or any given index of array. നമുക്ക് അറേ ഉണ്ടായിരിക്കും. ആ അരയിൽ ലാസ്റ്റ് എലമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഫിഫ്ത്ത് എലമെന്റ് അല്ലെങ്കിൽ സിക്സ്ത് എലമെന്റ് ആയിട്ട് നമ്മൾ ഒരു ന്യൂ എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇൻസേർട്ട് ഓപ്പറേഷൻ എന്ന് പറയാം. അതിന്റെ അൽഗോരിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In this algorithm, we are declaring LA. Let LA be a linear array, unordered. പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, നോർമൽ array with n elements. So total number of elements is n. And k is a positive integer such that k less than or equal to n. അഥവാ n-ന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക്, ഇപ്പൊ 10 എലമെന്റ്സ് ആണുള്ളെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീനിലുള്ള ഏതെങ്കിലും 10-ന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ആ എലമെന്റ് ഏതാണ്? ഐറ്റം എന്ന് പറഞ്ഞിരിക്കുന്ന വേരിയബിളിലാണ് ആ എലമെന്റ് ഉള്ളത്. അഥവാ LA എന്ന് പറഞ്ഞ അറേയിലേക്ക് കേത്ത് പൊസിഷനിലേക്ക് നമ്മൾ ഐറ്റം ഇൻസേർട്ട് ചെയ്യാണ്. ആ അൽഗോരിതം ആണത്. ജസ്റ്റ് അൽഗോരിതം നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്റ്റാർട്ട്. സെറ്റ് j ഈക്വൽ ടു n. അഥവാ എത്ര എലമെന്റ്സ് ആണ് ഉള്ളത് ആ എലമെന്റ്സിന്റെ വാല്യൂവിനെ j എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എലമെന്റ്സിന്റെ എണ്ണം ഒന്ന് കൂട്ടുന്നു. അഥവാ നമ്മൾ ഒരു എക്സ്ട്രാ വാല്യൂ ഇൻസേർട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് n ഈക്വൽ ടു n+1. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കേത്ത പൊസിഷനിലുള്ള എലമെന്റ് അവിടെ അതുവരെയുള്ള എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ആ ഒരു ഓപ്പറേഷൻ ആണ് 4, 5 and 6 സ്റ്റെപ്പിൽ നടക്കുന്നത്. അഥവാ ആ കേത്ത് പൊസിഷൻ വരെയുള്ള ലാസ്റ്റ് എലമെന്റ് തൊട്ടിട്ട് കേത്ത് പൊസിഷൻ വരെയുള്ള ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ അരയുടെ, അതെല്ലാം നമ്മൾ ഒന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. j ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അഥവാ k എത്തുന്നത് വരെ നമ്മൾ ലാസ്റ്റ് എലമെന്റിന് അതിന് മുന്നേ ഉള്ള ഫ്രീ സ്പേസിലേക്ക് കൊടുക്കും. അതിന് മുന്നേ ഉള്ളതിന് ആ ഒരു അടുത്ത എലമെന്റിലേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ് ഈ 3 സ്റ്റെപ്പ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ LA ഓഫ് കെയിലും LA ഓഫ് k+1ലും ഒരൊറ്റ എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക, ഒരു സെയിം എലമെന്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കേത്ത് പൊസിഷനിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യും, അഥവാ റീറൈറ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതാണ് അൽഗോരിതം. ഇനി എക്സാമ്പിൾ വെച്ച് നോക്കാം, അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആവുക. അപ്പൊ ഇൻസേർഷൻ ഓപ്പറേഷനിൽ നമ്മുടെ അൽഗോരിതം ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇതാണ് നമ്മുടെ അരേ. നമ്മുടെ അരയുടെ പേരെന്തായിരുന്നു? LA. ലീനിയർ അരയുടെ ജസ്റ്റ് ഒരു നെയിം LA. അപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് LA ഓഫ് 10 ആണ്. LA ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 എലമെന്റ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരക്ടർ അരേ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യാം. ഇറ്റ് ഈസ് എൻ ക്യാരക്ടർ അരേ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അരയുടെ ഇൻഡെക്സ് വരുന്നത് 0 തൊട്ടിട്ടാണ്. എത്രയാണോ എലമെന്റ്സ് അത് -1. ഇപ്പം 10 എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 9. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ മെമ്മറി കൺസെപ്റ്റ് നമ്മൾ ഇൻഡെക്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അൽഗോരിതം പറയുമ്പോൾ നമ്മൾ നോർമൽ 1 to 10 ആയിട്ടാണ് ഇത് പറയാം. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 1 to 10 ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ അൽഗോരിതത്തിൽ 1 to 10 എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം. അഥവാ നമ്മൾ അൽഗോരിതം ഒരിക്കലും ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെമ്മറി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടോ അല്ല, നമ്മുടെ നോർമൽ ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ അൽഗോരിതമായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ അതിനെ പ്രോഗ്രാമിംഗിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇൻഡെക്സ് 0 to 9 ആയ രീതിയിൽ നമ്മൾ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം വരുത്തും. അത് നമ്മൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇൻ ദിസ് ഇൻസേർഷൻ ഓപ്പറേഷൻ അവർ ഇൻഡെക്സസ് ലൈക്ക് 1, 2, 3, 4 up to 10. ഓക്കെ, മെമ്മറി ബേസിൽ അത് 0 to 9 ആയിരിക്കും. പ്രോഗ്രാമിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഡാറ്റ സ്ട്രക്ചറിന്റെ ബുക്കും ഈ രീതിയിലാണ് അൽഗോരിതം ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ പോവാം. ഇനി 0 to 9 വരെയാണ് അൽഗോരിതത്തിലും എഴുതണമെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടുള്ളൂ. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ രീതിയിൽ തന്നെ പോവാം. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അരയാണ്. 10 എലമെന്റ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ 5 എലമെന്റ്സേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഫ്രീ സ്പേസ് നമുക്ക് പുതിയൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഓൾറെഡി 10 എലമെന്റ്സ് ഫിൽ ആണെങ്കിൽ പുതിയൊരു എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഓൾറെഡി ഉള്ളതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അനദർ അൽഗോരിതം. അപ്പൊ ഇവിടെ നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ടാവണം, എന്നാലേ ഇൻസേർഷൻ നടക്കുള്ളൂ. ഇനി ഫ്രീ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എറർ പറയും, നടക്കില്ല എന്ന് പറയും. ക്ലിയർ? അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് j ഈക്വൽ ടു n.
ജെ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ നമ്മുടെ എത്ര എലമെന്റ്സ് ഉണ്ട് ഓൾറെഡി, അതാണ് എന്നിന്റെ വാല്യൂ. എൻ ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദിസ് അറേ. എൻ 5 ആണ്. അപ്പൊ നമ്മുടെ ജെയുടെ വാല്യൂ എന്തായി മാറി? 5 ആയി മാറി. അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എൻ ഈക്വൽ ടു എൻ പ്ലസ് 1. അപ്പോൾ 5 പ്ലസ് 1 ഈക്വൽ ടു 6. അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഈ ഫോർത്ത് സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. 4, 5 and 6 അതാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അഥവാ നമ്മളുടെ ഓൾറെഡി പറഞ്ഞു ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ലെറ്റ്സ് അസ്യൂം ദാറ്റ് അവർ കെ ഈസ് 2. സെക്കൻഡ് പൊസിഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പുതിയ എലമെന്റിനെ ആഡ് ചെയ്യുന്നത്. ആ എലമെന്റ് ഐറ്റം ഈക്വൽ ടു എക്സ് ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെയാണ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇവിടെ ജെയുടെ വാല്യൂ 5 ആണ്, കെയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ 5 is ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അത് റിപ്പീറ്റ് ചെയ്യണം. ഇത് ഫോൾസ് ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. ഇപ്പൊ ജെയുടെ വാല്യൂ 5 ആണ്. 5 is ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് ട്രൂ ആണല്ലേ? 5 എന്തായാലും 2നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ നമ്മൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എൽ എ ഓഫ് ജെ പ്ലസ് 1. ഇപ്പൊ ജെയുടെ വാല്യൂ എന്താണ്? 5 ആണ് അല്ലെ? 5 പ്ലസ് 1 സിക്സ്ത് പൊസിഷനിലേക്ക് എൽ എ ഓഫ് 5 ജെ ഫിഫ്ത്ത് പൊസിഷനിലുള്ള നമ്മുടെ എലമെന്റ്സിനെ ഷിഫ്റ്റ് ചെയ്യും. അഥവാ എൽ എ ഓഫ് 5ന്റെ വാല്യൂ എൽ എ ഓഫ് 6ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അഥവാ നമ്മുടെ ഇ ഈസ് ഷിഫ്റ്റിംഗ് ടു ദിസ് പൊസിഷൻ. അപ്പൊ നമ്മുടെ ഇ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ക്ലിയർ? അപ്പൊ ഇവിടെ ഈ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇറേസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഈ ഒരു ലൂപ്പ് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തപ്പോ. ഇനി നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. സിക്സ്ത് സ്റ്റെപ്പിലോട്ട് പോവാണ്. അപ്പൊ സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറയുന്നത്? ജെ ഈക്വൽ ടു ജെ മൈനസ് 1. അപ്പൊ നമ്മൾ എന്തായി? ജെയുടെ വാല്യൂ 5 ആയിരുന്നു. അപ്പൊ 5 മൈനസ് 1 4 ആയി. ജെ 4 ആയി. അപ്പൊ നേരെ വീണ്ടും നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോവാണ്. വി ആർ ബാക്ക് ടു ദ ഫോർത്ത് സ്റ്റെപ്പ്. ഇവിടെ വീണ്ടും ഇവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ലൂപ്പിൽ ഇത് ചെക്ക് ചെയ്തു, കറക്റ്റ് ആയിരുന്നു. ഇപ്പൊ ജെയുടെ വാല്യൂ 4 ആയി. അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യാണ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്രൂ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ നമ്മുടെ ജെയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 പ്ലസ് 1 നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? 4 പ്ലസ് 1 അഥവാ ഫിഫ്ത്ത് പൊസിഷനിലോട്ട് ഫോർത്ത് പൊസിഷനെ വാല്യൂവിനെ കൊണ്ടുപോവാം. അഥവാ ഇപ്പോ ഇവിടെ എന്ത് ചെയ്തു? ഡി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഡി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുമ്പോൾ നമ്മുടെ ഇ ഇവിടെ അപ്ഡേറ്റ് ആവും. നമ്മുടെ ഡി ഇവിടെ വരും. ഓക്കെ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ജെ ഈക്വൽ ടു ജെ മൈനസ് 1 കൊടുക്കുകയാണ്. ജെ ഈക്വൽ ടു ജെ മൈനസ് 1 കൊടുക്കുകയാണ്. ജെ ഈക്വൽ ടു ജെ മൈനസ് 1 കൊടുക്കുമ്പോൾ നമ്മളെ പുതിയ ജെയുടെ വാല്യൂ എന്താണ്? ഇത് നമ്മുടെ രണ്ടാമത്തെ സമയത്തുള്ള ഫിഫ്ത്ത് സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തെ ഐട്രേഷനിൽ വരുന്ന സിക്സ്ത് സ്റ്റെപ്പിൽ ജെയുടെ വാല്യൂ എന്തായി മാറി? 3 ആയി മാറി. അപ്പൊ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാണ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അത് ഓക്കെ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എൽ എ ഓഫ് 3 പ്ലസ് 1 ദാറ്റ് മീൻസ് ഫോർത്ത് പൊസിഷനിലോട്ട് എൽ എ ഓഫ് തേർഡ് പൊസിഷന് ഷിഫ്റ്റ് ചെയ്യും. സി ഡിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഡി ഇവിടെ റീറൈറ്റ് ചെയ്തിട്ട് ഇവിടെ സി ആയി മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജെ എന്നിട്ട് നമ്മൾ ഇതിന്റെ സിക്സ്ത്തിലേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വാല്യൂ ഇത് ട്രൂ ഫോൾസ് ആവുന്നവരെ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും ജെ ഈക്വൽ ടു ജെ മൈനസ് 1 ആയി. അപ്പൊ നമ്മൾ അടുത്ത ഐട്രേഷനിലേക്ക് പോവാണ്. ജെ ഈക്വൽ ടു ജെ മൈനസ് 1 ആവുമ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് ഐട്രേഷൻ, തേർഡ് ഐട്രേഷൻ. ഇനി നമ്മൾ വീണ്ടും ജെ ഈക്വൽ ടു ജെ മൈനസ് 1 ആക്കി. അപ്പോൾ എന്തായി? ജെയുടെ വാല്യൂ എന്തായി? ഇപ്പം 2 ആയി. ജെയുടെ വാല്യൂ 2 ആവുമ്പം 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇപ്പോഴും ഇത് ട്രൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എൽ എ ഓഫ് ജെ പ്ലസ് 1ലേക്ക് എൽ എ ഓഫ് ജെ പ്ലസ് 1ലേക്ക് എൽ എ ഓഫ് ജെ അതിന്റെ മുന്നത്തെ വാല്യൂ അഥവാ ജെയുടെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പൊ എൽ എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എൽ എ ഓഫ് 3ലോട്ട് എൽ എ ഓഫ് 2നെ എടുക്കണം. അപ്പോൾ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ബി ഇവിടെ വരും.
ഓക്കെ, ഇപ്പൊ നമ്മുടെ അറേ ഇപ്പൊ എങ്ങനെയായി? എ ബി ബി സി ഡി ഇ ആയി. അപ്പൊ നമ്മൾ സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ഇപ്പൊ ബി അവിടെ കിടക്കുന്നുണ്ട്, കാരണം നമ്മൾ ബിനെ ഇറേസ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ജെ ഈക്വൽ ടു ജെ മൈനസ് 1 ചെയ്യും. അപ്പൊ ജെയുടെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും? ജെയുടെ വാല്യൂ ഇപ്പൊ 1 ആയി മാറിയിട്ടുണ്ടാവും. 1 is not greater than or equal to 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എക്സിറ്റ് ആവും. 7th സ്റ്റെപ്പ് നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ 7th സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ കെയുടെ വാല്യൂ 7th സ്റ്റെപ്പ് എൽ എ ഓഫ് കെ എന്താണ്? എൽ എ ഓഫ് 2ലേക്ക് ഐറ്റം, അവിടെ നമ്മുടെ ഐറ്റം എന്താണ്? എക്സ്. ഈ ഒരു സ്റ്റെപ്പ് വർക്ക് ചെയ്യുമ്പം ഇവിടെ ബി അങ്ങ് പോയിട്ട് നമ്മുടെ എക്സ് ആയി മാറും. അപ്പൊ ഇൻസേർഷൻ നടന്നു, സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ അറേയുടെ ഇൻസേർഷൻ ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏത് പൊസിഷനിലാണോ നമുക്ക് വേണ്ടത് അതുവരെയുള്ള വാല്യൂസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ പൊസിഷനിലും അതിന്റെ നെക്സ്റ്റ് പൊസിഷനിലും ആ സെയിം വാല്യൂ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ലൂപ്പ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പൊസിഷനിലേക്ക് നമ്മുടെ ഐറ്റത്തിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് ദ ഇൻസേർഷൻ ഓപ്പറേഷൻ ഓഫ് എൻ അറേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.